ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഒക്കെ ചെയ്യുന്നവർക്ക് എങ്ങനെ ഓപ്ഷൻ ചെയിൻ എടുക്കാമെന്നും എങ്ങനെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് വരുന്നത് നമുക്ക് ആദ്യം ഇപ്പോൾ ഏതിലാണ് ഇപ്പോൾ ഫ്യൂച്ചറൊക്കെ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം, ഈ സെർച്ച് സ്ക്രിപ്റ്റിൽ വന്നിട്ട് നിഫ്റ്റിയുടെ ഫ്യൂച്ചറൊക്കെ വേണമെന്നവർ ഇപ്പോൾ നിഫ്റ്റിയുടെ ജനുവരി ഫ്യൂച്ചർ നോക്കി, ഇപ്പം നിങ്ങൾക്ക് നിഫ്റ്റിയുടെ ജനുവരി ഫ്യൂച്ചർ അല്ലെങ്കിൽ ഫെബ്രുവരി ഫ്യൂച്ചർ ഇങ്ങനെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് കിട്ടുന്നതാണ്. അതിനുശേഷം അത് പ്ലസ് ബട്ടണൊക്കെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് വാച്ച് ലിസ്റ്റിലോട്ട് അത് ആഡ് ആവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ബൈയും സെല്ലും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ രീതിയിൽ ബൈ ഒക്കെ ചെയ്യുക. ഇവിടെ ബൈ കൊടുക്കുക, ഇവിടെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുക്കുക, നിങ്ങൾ ബൈ സെല്ലൊക്കെ ചെയ്യുക. ഇതിനുശേഷം നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നേരെ ഓപ്ഷൻസിൻ്റെ ടാബിലൊക്കെ വരാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും പുതിയ വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിലോട്ട് വരാം. അതിനുശേഷം നിങ്ങൾ ഏത് ഇൻഡെക്സ് ആണോ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഞാനിവിടെ ജസ്റ്റ് ഒരു ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ട്രേഡിങ് കാണിച്ചു തരാം. കൂടുതൽ പേരും ബാങ്ക് നിഫ്റ്റി ഒക്കെയാണ് ചെയ്യുന്നതുകൊണ്ട് ആ ബാങ്ക് നിഫ്റ്റിയിൽ നിഫ്റ്റി ബാങ്ക് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ വാച്ച് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ ചെയിൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ ഓപ്ഷൻ ചെയിൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ മുകളിൽ ഇവിടെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു അറ്റ് ദ മണിന്ന് ഒരു 5 സ്ട്രൈക്ക് മുകളിലോട്ടും ഒരു 5 സ്ട്രൈക്ക് താഴോട്ടും കാണാൻ പറ്റും. നിങ്ങൾ ഈ 10 ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അറ്റ് ദ മണിന്ന് ഒരു 10 സ്ട്രൈക്ക് മുകളിലോട്ടും ഒരു 10 സ്ട്രൈക്ക് താഴോട്ടും കാണാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ ഈ 15 ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അറ്റ് ദ മണിന്ന് ഒരു 15 സ്ട്രൈക്ക് മുകളിലോട്ടും ഒരു 15 സ്ട്രൈക്ക് താഴോട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യൂവിനൊക്കെ അനുസരിച്ച് ചെയ്യുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ട്രേഡ് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഫാർ OTM ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനാണ്. അപ്പോൾ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ബൈയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ സെല്ലൊക്കെ ചെയ്യേണ്ടവർ എന്ത് ചെയ്യുക, ഓപ്ഷൻ സെല്ലിംഗ് ഒക്കെ ചെയ്യുന്നവർ സെല്ല് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓപ്ഷൻ സെല്ലിംഗ് ഒക്കെ ചെയ്യുക. ഓപ്ഷൻ ബൈയിങ് ഒക്കെ ചെയ്യുന്നവർ എന്ത് ചെയ്യുക, ബൈയിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങളിവിടെ ക്വാണ്ടിറ്റി കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ ക്വാണ്ടിറ്റി ഇവിടെ ലോട്ട് സൈസാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ലോട്ടിലാണ് ബൈ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 15 ലോട്ട് സൈസായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ലോട്ട് സൈസ് 15 ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു ലോട്ടാണ് ബൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പം കറൻറ്റ്ലി ഈ സ്ട്രൈക്ക് ട്രേഡ് ചെയ്യുന്നത് 365 പ്രീമിയം നിൽക്കുന്നത്. 366 ഇപ്പോൾ എനിക്ക് 360 ഇപ്പോൾ ഒരു 340 മതി. ഓക്കെ, 340 മതി. അവിടെ എത്തുമ്പോൾ ബൈ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 340 ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ബൈ കൊടുക്കുക. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്കത് ഓർഡേഴ്സിലായിരിക്കും വരുന്നത്. എപ്പോൾ ഈ സ്ട്രൈക്ക് അതിൻ്റെ പ്രീമിയം 340 എത്തുമ്പോൾ മാത്രമേ ഇത് എക്സിക്യൂട്ട് ആവത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇത് എക്സിക്യൂട്ട് ആവത്തില്ല. ഇന്ന് വൈകുന്നേരം തന്നെ ക്യാൻസലായി പോകും. അഥവാ ഇത് നിങ്ങൾ എക്സിക്യൂട്ട് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വരും, അത് എക്സിക്യൂട്ടറിൽ വരും. അതിനുശേഷം നിങ്ങൾക്കത് പൊസിഷൻസിൽ കാണാൻ പറ്റും. അതുമാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ നിന്ന് അതിനെ എടുത്ത് മോഡിഫൈ ഒക്കെ ചെയ്യാൻ പറ്റും. മോഡിഫൈ എടുത്തിട്ട് 340 പകരം അവിടെ നിന്ന് ഒരു 350 എന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കത് മോഡിഫൈ ഒക്കെ ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്കിത് 350 ആകുമ്പോൾ എന്ത് ചെയ്യും, അത് എക്സിക്യൂട്ട് ആവും. അതിനുശേഷം അത് പോർട്ട്ഫോളിയോയിൽ കാണത്തുള്ളൂ. ഇപ്പോൾ ഇത് ക്യാൻസലൊക്കെ ചെയ്യണം, എന്ത് ചെയ്താൽ മതി, നിങ്ങളിത് ക്യാൻസലാക്കിയാൽ മതി. നിങ്ങളിത് ഈ രീതിയിൽ നിങ്ങൾക്കിത് ഓർഡേഴ്സൊക്കെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അത് എക്സിക്യൂട്ട് ആവത്തില്ല. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് എക്സിക്യൂട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ക്യാൻസൽ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പറ്റും, അതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ഇത് ബൈ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പം മാർക്കറ്റ് ഓർഡറിലൊക്കെ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഓപ്ഷൻ ചെയിൻ എടുക്കുക. നിങ്ങൾക്കൊരു ഫാർ OTM ഒക്കെ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രൈക്കൊക്കെ അവിടെ സെർച്ച് ചെയ്യാം. ആ സെർച്ച് സ്ക്രിപ്റ്റിൽ വന്നിട്ട് ഇതിലും താഴെ ഫാർ OTMs ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ വന്നിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഞാനിവിടെ ബൈ ക്ലിക്ക് ചെയ്യുവാണ്. അതിനുശേഷം നമുക്കിവിടെ ക്വാണ്ടിറ്റിയും ഇതൊക്കെ കാണും. ഞാനിവിടെ മാർക്കറ്റ് ഓർഡർ സെലക്ട് ചെയ്യുകയാണ്. മാർക്കറ്റ് ഓർഡർ സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ബൈ കൊടുക്കുന്നു. അപ്പോൾ ഇതെന്തായി, മാർക്കറ്റ് ഓർഡറിൽ എക്സിക്യൂട്ടായി. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ആയെന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ പോർട്ട്ഫോളിയോയിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ P&L കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇപ്പം തന്നെ ചെറിയ ലോസിലാണ് അത് നിൽക്കുന്ന ആ പൊസിഷൻ. നോക്കി, ഇവിടെ MTM കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് എനിക്ക് സെല്ല് ചെയ്യണം, മാർക്കറ്റ് ഓർഡറിൽ തന്നെ സെല്ല് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളത് ആ സ്ട്രൈക്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, എക്സൈറ്റ് കൊടുക്കുക. ഇവിടെ ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്ത ക്വാണ്ടിറ്റി തന്നെ നിങ്ങൾ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൽ ആ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുക്കുക.
ഇവിടെ നോർമൽ ഇടുക, മാർക്കറ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിലാണ് സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്ത് ചെയ്യുക, മാർക്കറ്റ് സെലക്ട് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക, സെല്ല് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്കിവിടെ എക്സിക്യൂട്ടറിൽ നമുക്ക് കാണാൻ പറ്റും, ഞാൻ ഇത് ബൈ ചെയ്ത പ്രീമിയം എന്ന് പറയുന്നത് 365.65 ആണ്. ഇപ്പോൾ ഇത് സെല്ല് അയക്കുന്നത് 365.95 അപ്പോൾ നമുക്കിവിടെ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യങ്ങൾ ഇവിടെ നമുക്ക് പൊസിഷനിൽ വരുവാണെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പൊസിഷനൊക്കെ ബൈ ചെയ്തതിന് ശേഷം വേണമായിരിക്കും SL ഒക്കെ ഇടാൻ. ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇടുന്നവരാണ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇടേണ്ടവർ ബൈ ചെയ്തതിന് ശേഷം പൊസിഷനിൽ നിന്ന് വന്നിട്ട് വേണം SL ഒക്കെ ഇടാൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്